കുഴികൾ അടച്ചുമടുത്ത താഴെപ്പാലം പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ ഒടുവിൽ കട്ടവിരിക്കൽ പ്രവൃത്തിക്ക് തുടക്കമായി. റോഡ് തകർന്നു തരിപ്പണമാകുന്ന സ്റ്റേഡിയം ഭാഗത്തെ അപ്രോച്ച് റോഡാണ് ഇന്റർലോക്ക് ചെയ്ത് നവീകരിക്കുന്നത്. റോഡ് തകരൽ പതിവായതിനെ തുടർന്ന് വ്യാപാരികളും യാത്രക്കാരും ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഒടുവിൽ കുറുക്കോളി മൊയ്തീൻ MLA ഇടപെടലിനെ തുടർന്നാണ് അധികൃതർ ഇന്റർലോക്ക് പദ്ധതി തയ്യാറാക്കിയത്. പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കമായി. (2024) പാലം വഴി ഗതാഗതം ആരംഭിച്ചത്. ഉദ്ഘാടനത്തിന് പിന്നാലെ തന്നെ അപ്രോച്ച് റോഡ് തകർച്ച തുടങ്ങി. തിരക്കേറിയ റോഡായിട്ടും പെട്ടെന്ന് തകരുന്ന തരത്തിലായിരുന്നു റോഡ് നിർമ്മാണം. അതോടെ റോഡ് തകരൽ പതിവായി. ചെറിയ മഴ പെയ്താൽ പോലും കുഴികൾ രൂപപ്പെടുന്നതും പതിവായിരുന്നു. കുഴികൾ നികത്തിയും കോൺക്രീറ്റ് ചെയ്തും അധികൃതർ മടുത്തതോടെ അതും നിർത്തി. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മാസങ്ങളായി റോഡിൽ വലിയ ഗർത്തങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതുമൂലം ചെറുതും വലുതുമായ വാഹനങ്ങൾ ദുരിതത്തിലായിരുന്നു. ഗതാഗതക്കുരുക്കിനും റോഡ് തകർച്ച കാരണമായി. താനൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളാണ് പുതിയ പാലത്തിലൂടെ കടത്തിവിട്ടിരുന്നത്. താഴെപ്പാലത്ത് നിന്ന് താനൂർ റോഡിലേക്കുള്ള വാഹനങ്ങൾ പഴയ പാലം വഴി തന്നെയാണ് യാത്ര ചെയ്തിരുന്നത്. ഇപ്പോൾ 20.6 ലക്ഷം രൂപ ചെലവിട്ടാണ് ഇന്റർലോക്ക് പ്രവൃത്തികൾ നടത്തുന്നത്. പ്രവൃത്തിയുടെ ഭാഗമായി വാഹനങ്ങൾ പഴയ പാലം വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. പ്രവൃത്തി പൂർത്തിയാകാൻ 3 ആഴ്ചയെങ്കിലും സമയമെടുക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. നിലവിലുള്ള ടാർ ചെയ്ത റോഡും കോൺക്രീറ്റും ഉൾപ്പെടെ പൂർണ്ണമായും നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് കഴിയുന്നതോടെ GSP നടത്തി ബേബി മെറ്റൽ വിരിച്ച ശേഷമാണ് ഇന്റർലോക്ക് പതിക്കുക. റോഡിന്റെ ഇരുവശവും കോൺക്രീറ്റ് ചെയ്യാനുമുണ്ട്. പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ റോഡിന്റെ തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. C. മമ്മൂട്ടി MLA ആയിരുന്ന സമയത്താണ് താഴെപ്പാലത്ത് പുതിയ പാലം നിർമ്മാണത്തിന് തുടക്കമിട്ടത്. വർഷങ്ങളോളം നോക്കുകുത്തിയായി കിടന്ന പാലത്തിന് കുറുക്കോളി മൊയ്തീൻ MLA ഇടപെടലോടെയാണ് ശാപമോക്ഷം ലഭിച്ചത്. സദാസമയവും വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലായിരുന്നിട്ടും ഗുണനിലവാരം കുറഞ്ഞ രീതിയിൽ അപ്രോച്ച് റോഡ് നിർമ്മിച്ചത് വിവാദമായിരുന്നു. എഡിറ്റർ ലൈവ്, തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.